രാഹുൽ ഗാന്ധി ഒരു ഹൈഡ്രജൻ ബോംബ് പൊട്ടിക്കുമെന്ന് പറഞ്ഞിട്ടായിരുന്നു ഇന്നത്തെ പത്രസമ്മേളനം ഉച്ചയ്ക്ക് 12 മണിക്ക് വെച്ചത്. നാളെ നിശബ്ദ പ്രചാരണം കഴിഞ്ഞ് കഴിഞ്ഞാൽ 6-ാം തീയതി നാളെ ഇലക്ഷൻ നടക്കുകയാണ്. ഇന്നത്തെ നിശബ്ദ പ്രചാരണം കഴിഞ്ഞാൽ നാളെ ആദ്യം 1-ാം ഘട്ട തെരഞ്ഞെടുപ്പ് ബീഹാറിൽ നടക്കുകയാണ്. അപ്പോൾ ബീഹാറിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ടിട്ടായിരിക്കും അത്തരത്തിലൊരു വാർത്താ സമ്മേളനം എന്നായിരുന്നു എല്ലാവരും കരുതിയിരുന്നത്. മാധ്യമപ്രവർത്തകരൊക്കെ അങ്ങനെയാണ് കരുതിയിരുന്നത്. പക്ഷേ അദ്ദേഹം പൊട്ടിച്ചത് ഹരിയാനയിൽ നടന്ന വോട്ട് ചോരിയായിട്ട് ബന്ധപ്പെട്ടിട്ടായിരുന്നു. ഏകദേശം 25 ലക്ഷത്തോളം വോട്ടുകൾ ചോർന്നതായിട്ടാണ് പറയപ്പെടുന്നത്. വോട്ട് ചോരിയും അദ്ദേഹം പൊട്ടിച്ച ബോംബൊക്കെ ഹൈഡ്രജൻ ബോംബ് പൊട്ടിയെന്ന് തോന്നുന്നുണ്ടോ, അതോ വെറും പൊട്ടലല്ലാതായി തീർന്നു? അല്ല, നമ്മൾ ശ്രീ രാഹുൽ ഗാന്ധി ഒരു ഹൈഡ്രജൻ ബോംബ് വരുന്നുണ്ട് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും നേരത്തെ പറഞ്ഞതിനേക്കാൾ കുറച്ചുകൂടി കടുത്ത ഞെട്ടിക്കുന്ന വിഷയങ്ങൾ പ്രതീക്ഷിക്കും, സ്വാഭാവികം. പറയുന്നതും അങ്ങനെ സംഭവിച്ചിട്ടുണ്ട് എന്ന് ഉള്ള അർത്ഥത്തിലാണ്. അപ്പം എന്തായാലും പറഞ്ഞ ദിവസം തന്നെ ഒരു ബോംബെന്നുള്ള വാക്ക് അത് ഒരു ആലങ്കാരികമായി നമ്മൾ ഉപയോഗിച്ചാൽ മതി. അത് ഒരു വാർത്താ പ്രാധാന്യത്തിനൊക്കെ വേണ്ടി നമുക്കെടുത്ത് ഉപയോഗിക്കാം. അപ്പോൾ അത് ഹരിയാന എന്ന് പറയുന്ന ഒരു സംസ്ഥാനത്തിൻ്റെ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് മാത്രമായി പോയി എന്നുള്ളതാണ് നമുക്കതിലാകെ കൂടി പ്രതീക്ഷിച്ചതിൽ നിന്നും വിഭിന്നമായി നമ്മൾക്ക് വിലയിരുത്താൻ കഴിയുന്നത്. ഒരു പക്ഷേ വാരണാസിയിലേതായിരിക്കാം, അതല്ലെങ്കിൽ ബീഹാറിൽ തന്നെ ഉള്ളതായിരിക്കാം. ബീഹാറിലേത് പൊട്ടിക്കണമെങ്കിൽ ബീഹാറിൽ ആൾറെഡി ഒരു ബോംബ് പൊട്ടിയല്ലോ. 65 ലക്ഷം പേരെ, അത് പ്രത്യേകിച്ചൊരു മതവിഭാഗത്തിൽപ്പെട്ടവരെ എന്നൊക്കെ ഉള്ളത് വന്നു. സുപ്രീം കോടതി ഇടപെട്ടു. വെട്ടി മാറ്റിയതിൽ ഒരുപാട് പേരെ വീണ്ടും തിരികെ ഉൾപ്പെടുത്തി. അന്തിമമായി ഏതാണ്ട് 2 ലക്ഷം പേരെ മാത്രമാണ് ആ ലിസ്റ്റിൽ നിന്നും പുറത്താക്കിയത്. അവരുടെ മുഴുവൻ ലിസ്റ്റ് സുപ്രീം കോടതിക്ക് കൊടുക്കണമെന്നും സുപ്രീം കോടതി ആവശ്യപ്പെട്ടു. അപ്പോൾ ഒരു വോട്ട് ചോരി നടന്നിട്ടുണ്ട് എന്നുള്ളത് ഏറെക്കുറെ ഉറപ്പുവരുത്തി. SIR മനഃപൂർവ്വം ഈ വോട്ടർമാരെ കോൺഗ്രസ് അനുകൂല വോട്ടർമാരെ വെട്ടി മാറ്റാൻ വേണ്ടിയിട്ടുള്ളതാണ് എന്നുള്ളതും ഏറെക്കുറെ BJP വോട്ടർമാരെ ഉറപ്പുവരുത്തുക എന്ന് പറയുന്നതായിരിക്കും കുറച്ചുകൂടിയാണ്. കാരണം ഓരോ സംസ്ഥാനത്തും വ്യത്യസ്തമാണ്. ഇപ്പം ബംഗാളിൽ വെട്ടി മാറ്റേണ്ടി വരുന്നത് കോൺഗ്രസിൻ്റെ വോട്ടല്ലല്ലോ, അത് തൃണമൂൽ കോൺഗ്രസിൻ്റെ വോട്ടായിരിക്കും. തമിഴ്നാട്ടിലാണെങ്കിൽ DMKയുടേതായിരിക്കും. BJPയുടെ വോട്ടുകൾ പൂർണ്ണമായി ഉറപ്പുവരുത്തുക, അല്ലാത്ത വോട്ടുകൾ കുറേ ഏറെ ഒഴിവാക്കുക എന്നുള്ള ഒരു ലക്ഷ്യം അതിൻ്റെ പിന്നിലുണ്ട് എന്നാണ് ആക്ഷേപം. അത് മറുചോദ്യം ചോദിക്കാം. ഈ ആളുകൾ വോട്ട് ചെയ്യുന്ന ഏത് പാർട്ടിക്കാണ്, ഇന്ന പാർട്ടിയുടെ വോട്ട് എന്നൊക്കെ എങ്ങനെ അറിയാൻ കഴിയും എന്നൊക്കെയുള്ള മറുചോദ്യങ്ങൾ ചോദിക്കാം. അപ്പോൾ അത്തരം ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ അതിനുള്ള മറുചോദ്യം അങ്ങനെയൊന്നും അല്ലെങ്കിൽ പിന്നെ ഈ പണി ചെയ്യുന്നത് എന്തിന് എന്നുള്ള ഒരു ചോദ്യം തിരിച്ച് അങ്ങോട്ടും ചോദിക്കാം. അപ്പോൾ അത് പൂർണ്ണമായി ഈ വെട്ടിമാറ്റപ്പെട്ട വോട്ട് ഇന്നാർക്ക് തന്നെ കിട്ടുമായിരുന്നതാണ് എന്ന് തെളിയിക്കാൻ ആർക്കും കഴിയില്ല. പക്ഷേ വ്യാപകമായി വോട്ടിൽ കൃത്രിമമുണ്ട് എന്നുള്ളത് ബോധ്യപ്പെടുത്താൻ കഴിയും. ഇപ്പോൾ അത് കേരളത്തിൽ, ഇത്രയും പ്രബുദ്ധമായ കേരളത്തിൽ പോലും നമ്മളത് കണ്ടെത്തിയിട്ടുണ്ട്. അത് കേരളത്തിൽ അത് കണ്ടെത്തി ജനങ്ങളെ ബോധ്യപ്പെടുത്തി കൊടുത്തതിൻ്റെ 100% ഉത്തരവാദിത്വവും ക്രെഡിറ്റും ശ്രീ അടൂർ പ്രകാശിനാണ്. ആറ്റിങ്ങൽ അദ്ദേഹം അത് ബോധ്യപ്പെടുത്തി. ഇവിടെ ഹരിയാന തെരഞ്ഞെടുപ്പിൽ 25 ലക്ഷത്തോളം വോട്ടുകൾ വെട്ടിമാറ്റപ്പെട്ടു എന്നാണ് പറഞ്ഞത്. നേരത്തെ മഹാദേവപുരത്തും ഒക്കെ പറഞ്ഞതുപോലെ ഏതാണ്ട് ഒരു വീട്ടിൽ 501 വോട്ട്, ഒരു സ്ത്രീയുടെ ഫോട്ടോ 100 വോട്ടർ ID, 0 വീട്ടു നമ്പറിൽ 1000 വോട്ടുകൾ. ഇങ്ങനെയൊക്കെയുള്ള ഞെട്ടിക്കുന്നത് ഹരിയാനയിൽ നടന്നു എന്നുള്ളതാണ്. ഹരിയാനയിൽ വേറൊരു പ്രത്യേകത, നമ്മളെല്ലാവരും അന്നത്തെ അഭിപ്രായ സർവേകളും ഒക്കെ നമ്മൾ നോക്കിയത്, എല്ലാവരും ഒരാൾ പോലും ഒരു ചാനൽ പോലും BJPക്ക് അനുകൂലമായി പറഞ്ഞിരുന്നില്ല. പക്ഷേ റിസൾട്ട് വന്നപ്പോൾ ഞെട്ടിക്കുന്ന റിസൾട്ടുമായി. എന്ന് മാത്രമല്ല, പോസ്റ്റൽ വോട്ട് ഒക്കെ അവിടെ കൃത്യമായ ഡയറക്ഷൻ കിട്ടുന്നതാണ്. ആ പോസ്റ്റൽ വോട്ടിൽ കോൺഗ്രസിന് 73 വോട്ട് കിട്ടിയപ്പോൾ അത് തിരിച്ചിടുന്ന പോലും കിട്ടിയില്ല. 17 വോട്ടാണ് BJPക്ക് കിട്ടിയത്. അപ്പോൾ ആ മേഖലകളിലൊക്കെയുള്ള ഒരു സാമ്പിൾ സർവേ BJPക്ക് എതിരാണ്. പക്ഷേ അന്തിമ റിസൾട്ട് വരുമ്പോൾ അവർ ജയിച്ചിരിക്കുന്നു. ഇതെങ്ങനെയാണ് പൂർണ്ണമായി നടപ്പിലാക്കിയതെന്ന് തെളിയിച്ചു കൊടുക്കാൻ പറ്റില്ല. അത് പറ്റണമെങ്കിൽ ഇലക്ഷൻ കമ്മീഷൻ വിചാരിച്ചാൽ പറ്റും. അല്ല, അവിടെ ഇലക്ഷൻ കമ്മീഷൻ തിരിച്ചു. അതുകൂടി ഒരാൾ 22 പ്രാവശ്യം വോട്ട് ചെയ്തിരിക്കുന്നത്. ആ 22 പ്രാവശ്യം വോട്ട് ചെയ്ത ഒരാൾ ഒരു ബൂത്തിൽ വന്ന് കയറി ഇറങ്ങി പോകുന്നത് എന്തായാലും നമുക്ക് കാണാൻ കഴിയും. ഇവിടെ ഇലക്ഷൻ കമ്മീഷൻ ചെയ്ത ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവിടെ നിന്നുള്ള CCTV ദൃശ്യങ്ങൾ കൊടുക്കാൻ
ഇലക്ഷൻ കമ്മീഷൻ തയ്യാറാകുന്നില്ല. അല്ലേ? അതെന്തുകൊണ്ടായിരിക്കും? തീർച്ചയായിട്ടും ഇത് കണ്ടുപിടിക്കുമെന്നുള്ളത് കൊണ്ടാണ്. ഇവിടെ കാസർഗോഡ് മുമ്പൊരു കേസ് ഇതേ കണക്ക് വന്നപ്പോൾ അവിടുത്തെ ഒരു ജനപ്രതിനിധി, ഒരു വനിത, ഒരേ കളർ സാരിയിൽ തന്നെ വന്ന് വോട്ട് ചെയ്യുന്നത് വെബ് കാസ്റ്റിംഗ് എന്ന് പറഞ്ഞൊരു സംവിധാനം വെച്ചിരിക്കുന്നത് അതിനല്ലേ. പക്ഷെ അത് കൊടുക്കുന്നില്ലെങ്കിൽ പിന്നെന്ത് ചെയ്യും? വേലി തന്നെ വിളവ് തിന്നുക എന്ന് പറഞ്ഞാൽ പിന്നെന്ത് ചെയ്യാൻ കഴിയും? അപ്പോൾ ഭരണഘടനാ സ്ഥാപനമാണ്, നിഷ്പക്ഷമാണ് എന്നൊക്കെ പറഞ്ഞാലും ഇന്നിപ്പോൾ തൃണമൂൽ കോൺഗ്രസിൻ്റെയാണ് ഒരു നേതാവ് പറഞ്ഞത്, പിന്നെ ഇലക്ഷൻ കമ്മീഷന് എക്സ്ട്രീംലി കോംപ്രമൈസ്ഡ് ബോർഡ്, ECI എന്നാണല്ലോ ഇലക്ഷൻ കമ്മീഷൻ. അതിന് അദ്ദേഹം ഇട്ട് കൊടുത്തിരിക്കുന്ന, ശ്രദ്ധയിൽപ്പെട്ടോ, അദ്ദേഹം ഇട്ടിരിക്കുന്ന പേര് എക്സ്ട്രീംലി കോംപ്രമൈസ്ഡ് ബോർഡ്. 100% അത് ശരിയല്ലേ? ജ്ഞാനേഷ് കുമാർ എന്ന ഇലക്ഷൻ കമ്മീഷണർ എടുക്കുന്ന എല്ലാ തീരുമാനങ്ങളും, എല്ലാ നിലപാടുകളും, അത് ഇപ്പം നമ്മൾക്ക് അദ്ദേഹം ആ സ്ഥാനത്തിരുന്നുകൊണ്ട് എന്ത് ചെയ്താലും ഒരു സുപ്രീം കോടതി ജഡ്ജി ഒരു ജഡ്ജ്മെൻ്റ് ഇറക്കിയാൽ രാഷ്ട്രീയം കളിക്കുകയാണെന്ന് പറയാനേ പറ്റൂ, ഒന്നും ചെയ്യാനൊക്കില്ല. അതേപോലെ ഇദ്ദേഹം ഇങ്ങനെയുള്ള എല്ലാ സൗകര്യങ്ങളും ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നുള്ളതിന് യാതൊരു തർക്കവുമില്ല. 5,21,619 വോട്ടുകൾ ഇരട്ട വോട്ടുകളാണ് എന്ന് കണക്കുകൾ കാണിച്ചുകൊണ്ട് ഒരാൾ ആ വോട്ടേഴ്സ് ലിസ്റ്റ് കാണിച്ചിട്ട് ഇതാ ഇരട്ട വോട്ടുകളുടെ എണ്ണം 5,21,619 എന്നൊക്കെ പറഞ്ഞാൽ അതിനെ ഖണ്ഡിക്കാൻ ഒക്കുമോ? ഇത് ഇലക്ഷൻ കമ്മീഷൻ്റെ തന്നെ ഒരു മെറ്റീരിയൽ അല്ലേ? അപ്പോൾ ജയിച്ചു കഴിഞ്ഞു, ഇനി അവിടെ ഇത് എന്തൊക്കെ പറഞ്ഞാലും ആ ഇലക്ഷനെ കോടതിയിൽ തെളിയിച്ച് തീരുമാനം മാറ്റുന്നത് വരെ ഒന്നും ചെയ്യാൻ കഴിയില്ല. പക്ഷേ ഈ കാപട്യം ജനങ്ങളെ തുറന്ന് ബോധിപ്പിക്കാൻ കഴിയും. ആ അർത്ഥത്തിൽ അതൊരു ബോംബ് തന്നെയാണ്. ആ ബോംബ് ഇപ്പോൾ ഒന്നാമത്തെ ബോംബല്ല, രണ്ടാമത്തെ അല്ല. ഞാൻ ചോദിക്കുന്നത്, ഇങ്ങനത്തെ ബോംബുകൾ പൊട്ടിച്ചതുകൊണ്ടോ താങ്കൾ പറയുന്ന പോലെ ഇത്തരത്തിൽ വോട്ട് ജോലി നടന്നിട്ടാണ് അവർ ജയിക്കുന്നത് അല്ലെങ്കിൽ ഭരിക്കുന്നത് എന്ന് പറയുമ്പോഴും ഇനി വരുന്ന ഘട്ടത്തിലും അടുത്ത തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഇതൊക്കെ നടക്കൂലേ? ഇതൊക്കെ സംഭവിക്കുകയല്ലേ ചെയ്യുന്നത്? ഇതിനെന്തെങ്കിലും ഒരു തടയിടാൻ പറ്റുന്നുണ്ടോ? നിങ്ങൾ പറയുന്ന പോലെയാണെങ്കിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അടക്കം അവരോടൊപ്പം എന്നല്ലേ പറയുന്നത്? അല്ല, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ അനുവാദം ഇല്ലാതെ ഇതെങ്ങനെ നടക്കും? തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മൗനാനുവാദം മാത്രമല്ല, ഇപ്പം വെബ്കാസ്റ്റിങ് ഒഴിവാക്കുന്നതോ അത് കൊടുക്കാതിരിക്കുന്നതോ മനഃപൂർവ്വമല്ലേ? അപ്പം അവിടെയൊക്കെ സുപ്രീം കോടതി ഇടപെടേണ്ടി വരും. വെബ്കാസ്റ്റിങ് അതിൻ്റെ പുറത്തുവിടാൻ പറയണം. പുറത്തുവിട്ടാൽ ഈ പറയുന്ന രീതിയിൽ ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ കഴിയുമല്ലോ. ഇവിടെ കേരളത്തിൽ പണ്ട് ഈ സംവിധാനങ്ങളൊന്നും ഇല്ലാതിരുന്ന സമയത്ത്, ബാലറ്റിൽ മാത്രം വോട്ടിംഗ് ഉള്ള സമയത്ത് 2 തെരഞ്ഞെടുപ്പുകളെ ജയിച്ചവരെ പരാജയപ്പെട്ടതായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. തിരുവനന്തപുരം കോവളത്തുണ്ട്. ശ്രീ നീലലോഹിതദാസൻ നാടാരാണെന്ന് തോന്നുന്നു, അദ്ദേഹത്തിൻ്റെ തെരഞ്ഞെടുപ്പിനെ അസാധുവാക്കി ശ്രീ ജോർജ് മസ്കറി, മെഴ്സിയർ അല്ല, ജോർജ് മസ്കറി, അദ്ദേഹം മരണപ്പെട്ടു. 2 പേരും മരണപ്പെട്ടു. ജോർജ് മെഴ്സിയർ പിന്നീട്, ഇത് ജോർജ് മസ്കറി, ആനി മസ്കറിൻ്റെ ഫാമിലിയിൽ പെടുന്നതാണ്. അദ്ദേഹത്തെ വിജയിയായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപ്പോൾ അത് നോക്കിയത് എന്താണെന്ന് വെച്ചാൽ 90-95% വോട്ട് ചെയ്ത് നോക്കിയപ്പോൾ, വോട്ടേഴ്സ് ലിസ്റ്റ് വെരിഫൈ ചെയ്തപ്പോൾ വോട്ടിങ്ങിൻ്റെ സമയത്ത് ഇവരൊക്കെ പരലോകത്താണ്. അന്ന് വേണേൽ ഓൺലൈനിലെങ്കിലും ചെയ്തെന്ന് പറയാം. അന്ന് ആ സംവിധാനമൊന്നും ഇല്ലാത്ത കാലത്ത് ഇവിടെയുണ്ട്. വടക്കം പറവൂരിലും ഒരു തെരഞ്ഞെടുപ്പ്, അങ്ങനെ അതൊരു ഉപതെരഞ്ഞെടുപ്പാണെന്ന് തോന്നുന്നു. 95% എങ്ങാണ്ടൊക്കെ പോൾ ചെയ്ത് കഴിയും. ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ വന്നപ്പോഴാണ് പണ്ട് ഇലക്ഷൻ കമ്മീഷൻ എത്രയെങ്കിലും ശതമാനത്തിൽ കൂടുതൽ പെർസെൻറ്റേജ് വോട്ട് നടന്നാൽ അവിടെ അത് ക്യാൻസൽ ചെയ്ത് വീണ്ടും വോട്ട് ചെയ്യണമെന്നൊക്കെയുള്ള തീരുമാനം എടുത്തിട്ടുണ്ട്. കാരണം അത് കള്ളവോട്ടാണെന്നുള്ളത് പ്രഥമ ദൃഷ്ടിയാ നമുക്ക് ബോധ്യം വരും. ഇവിടെയും ഹരിയാനയിലും അത് തന്നെയാണ് സംഭവിച്ചിട്ടുള്ളത്. ഒന്ന് ആലോചിച്ച് നോക്കൂ, നമ്മളുടെ ഒരു 4-5-6 വർഷം കൊണ്ടുള്ള ഒരു ഇന്ത്യൻ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു പിക്ചർ. കൂടുതൽ MP-മാർ ജയിക്കുന്ന അല്ലെങ്കിൽ MLA-മാർ ജയിക്കുന്ന പാർട്ടിക്ക് മുഖ്യമന്ത്രിയെ സൃഷ്ടിക്കാൻ കഴിയുന്നില്ല. ജയിച്ചവരെ മുഴുവൻ തട്ടിക്കൊണ്ടു പോവുക. അപ്പോൾ അവിടെ ഒരു മറുചോദ്യം ചോദിക്കാം, ഇങ്ങനെ തട്ടിക്കൊണ്ട് പോകുമ്പം പോകാൻ പറ്റുന്നവരെ ഉള്ളൂ എന്നൊക്കെയുള്ള മറുചോദ്യം ചോദിക്കാം. പക്ഷെ അവിടെ ചോദ്യം, ഈ തട്ടിക്കൊണ്ട് പോകുന്നത് മര്യാദയാണോ? അവിടെയാണ് ചോദ്യം. ഇപ്പോൾ നമ്മൾക്ക് നല്ല ആരോഗ്യമുണ്ട്, വഴിയെ പോകുന്ന ആരെ വേണമെങ്കിലും നമുക്ക് അടിച്ചിടാനുള്ള ആരോഗ്യസ്ഥിതിയുണ്ട്, നമ്മളെ തിരിച്ചൊന്നും ചെയ്യാൻ പറ്റാത്ത ആരോഗ്യസ്ഥിതി നമുക്കുണ്ട് എന്ന് പറഞ്ഞിട്ട് നമ്മളത് ചെയ്യുന്നത് മര്യാദയാണോ? അത് കാട്ടുനീതി എന്നല്ലേ നമ്മൾ പറയുന്നത്. കയ്യോ കൊള്ളവൻ കാര്യക്കാരൻ എന്ന് പറയും. അത് കണക്ക് അധികാരമുണ്ട്. അതുകൊണ്ട് ഇവരെയൊക്കെ ഒന്ന് കൂട്ടുപിടിച്ച് അങ്ങനെയുമൊക്കെ നമ്മൾക്ക്
ഈ ഈ ഗാന്ധിജി പറഞ്ഞ ഒരു വാക്ക്, ഗാന്ധിജി പറഞ്ഞ എല്ലാ വാക്കും ഇന്നത്തെ ആനുകാലിക വിഷയങ്ങളിൽ ഇതാണ്. അദ്ദേഹം പറഞ്ഞത് ലക്ഷ്യം ശുദ്ധമായിരിക്കണം, അതിനെടുത്ത് ഉപയോഗിക്കുന്ന മാർഗം അതിനേക്കാൾ ശുദ്ധമായിരിക്കണം. പക്ഷേ കമ്മ്യൂണിസം പറയുന്നതും BJP ഒക്കെ പറയുന്നത് ലക്ഷ്യം മാർഗത്തെ സാധൂകരിക്കും. നമുക്ക് ജയിക്കണം. അത് ജയിച്ച MLA-മാരെ തട്ടിക്കൊണ്ട് പോയാലും വോട്ടേഴ്സ് ലിസ്റ്റിൽ നിന്ന് പേരടിച്ച് മാറ്റിയാലും എങ്ങനെയായാലും ജയിക്കുക എന്നുള്ളതാണ്. അവിടെ കോൺഗ്രസിൻ്റെ മുൻകാല നേതാക്കന്മാർ പലരും ചില മാതൃകകൾ കാട്ടിയത് നമ്മൾക്ക് പറയാതിരിക്കാൻ പറ്റില്ല. രാജീവ് ഗാന്ധി പ്രധാനമന്ത്രി അല്ലാതെ ആകുന്ന ആ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ ഒറ്റ പാർട്ടിക്ക് ഏറ്റവും കൂടുതൽ സീറ്റുള്ളത് രാജീവ് ഗാന്ധിക്കായിരുന്നു, കോൺഗ്രസിനായി. പക്ഷേ 159 സീറ്റ് എങ്ങാണ്ടുണ്ടായിരുന്നു. 272 സീറ്റ് വേണം. പക്ഷേ ഒറ്റ പാർട്ടി എന്ന നിലയിൽ ഏറ്റവും കൂടുതൽ സീറ്റ് കിട്ടിയത് ഈ രാഹുൽ ഗാന്ധിയുടെ അച്ഛൻ രാജീവ് ഗാന്ധി എന്ന് ഉള്ളപ്പോഴാണ്. പക്ഷേ അദ്ദേഹം ആ ക്ലെയിം ഉന്നയിച്ചില്ല. ശുദ്ധമായിരിക്കണം. 543 സീറ്റുള്ളിടത്ത് 159 സീറ്റുള്ള ഒരാൾ പ്രധാനമന്ത്രിയാകണം എന്ന് പറയുന്നത് ആ ലക്ഷ്യത്തിലേക്ക് പോകാനുള്ള മാർഗം ശുദ്ധമല്ല എന്ന് തോന്നിയത് കൊണ്ടാണ്. പക്ഷേ ഇപ്പം 159ൻ്റെ സ്ഥാനത്ത് 59 ഉള്ളെങ്കിൽ പോലും എങ്ങനെയെങ്കിലുമൊക്കെ ഒപ്പിച്ചാലും നമുക്ക് കുഴപ്പമില്ല എന്നുള്ള സംവിധാനത്തിലേക്ക് പോവുകയാണ്. എന്ത് ചെയ്യാൻ കഴിയും? അല്ല, ഇവിടെയാണ് പറഞ്ഞത് 25 ലക്ഷത്തോളം വരുന്ന കള്ളവോട്ടുകൾ കണ്ടെത്തുന്നു. അത് ശരിയാണോ തെറ്റാണോ എന്നൊക്കെ ഇനി നമുക്ക് തിരിച്ചറിയേണ്ടത്. ഇതൊരു ആരോപണം മാത്രമാണ്, ഒരു ആക്ഷേപം മാത്രമാണ് രാഹുൽ ഗാന്ധി മുന്നോട്ട് വെക്കുന്നത്. രാഹുൽ ഗാന്ധി ബീഹാറിലും ഇത് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ ഹരിയാനയുടെ വിഷയവും വരുമ്പോൾ ചെയ്യുന്നുണ്ട്. എല്ലാ സംസ്ഥാനങ്ങളിലും ഇത്തരത്തിലാണ് ചെയ്തത് എന്ന് പറയപ്പെടുമ്പോൾ അതിനെ സാധൂകരിക്കാൻ കഴിയുന്നത് ഈ പറയുന്ന പോലെ എല്ലാ സ്ഥലത്തും BJP വിജയിക്കുന്നു എന്നുള്ളതുകൊണ്ടാണ്. അങ്ങനെ BJPക്ക് ചിലപ്പോൾ അങ്ങനെ അല്ലാത്ത വോട്ടുകൾ ലഭിക്കുവാനുള്ള സാധ്യതയില്ലേ? അല്ല, ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു പാർട്ടി അല്ലെങ്കിൽ ഒരു വ്യക്തി ഇലക്ഷനിൽ ജയിച്ചു കഴിഞ്ഞാൽ അയാൾക്ക് കൂടുതൽ വോട്ട് കിട്ടി. അത് നേടിയെടുക്കുന്നത് ഇതുപോലെ കുൽസിത പ്രവർത്തികളിലൂടെ ആണെങ്കിൽ അത് വിജയമല്ലല്ലോ. അല്ല, പക്ഷെ അത് കണ്ടുപിടിച്ചാലല്ലേ പറ്റൂ. ഇപ്പോൾ PSCയുടെ പോലീസ് റാങ്ക് ലിസ്റ്റ് വന്നപ്പോൾ 1ാം റാങ്ക് ആർക്കായിരുന്നു? ശിവരഞ്ജിത്ത്. നമ്മൾ പറഞ്ഞു എത്ര നല്ല മിടുക്കൻ. ശിവരഞ്ജിത്ത് 1ാം റാങ്ക് ആയത് എങ്ങനെയാണ് അറിഞ്ഞത്? SFI കൊണ്ട് കേരളത്തിൽ ഗുണമില്ല എന്ന് എല്ലാവരും പറഞ്ഞാലും ഞാൻ പറയും ഗുണമുണ്ട്. SFI ഉള്ളത് കൊണ്ടാണ് SFIക്കാരനെ കുത്തിയപ്പോൾ സംഗതി വെളിയിൽ വന്നു. അപ്പോൾ SFI കൊണ്ട് ഗുണമില്ലേ? യൂണിവേഴ്സിറ്റി കോളേജിൽ കുത്തിയത് SFI, കുത്ത് കൊണ്ടയാൾ SFI, പിടിച്ചു മാറ്റാൻ വന്ന പ്രിൻസിപ്പൾ പഴയ SFI, അറസ്റ്റ് ചെയ്യാൻ വന്ന പോലീസ് അതിനേക്കാൾ വലിയ SFI, എല്ലാവരും SFIക്കാർ. എന്നിട്ടും ആ സംഭവം വെളിയിൽ വന്നു. ശിവരഞ്ജിത്ത്, പ്രണവ്, നസീം 1ഉം 2ഉം 28ഉം റാങ്കാണ്. എങ്ങനെയാ വന്നതെന്ന് നമ്മൾ കണ്ടുപിടിച്ചില്ലേ? ഈയിടെ കണ്ണൂർ ഭാഗത്താണെന്ന് തോന്നുന്നു ഇതേപോലെ ഒരാൾ പരീക്ഷ എഴുതുന്നത് PSCയുടെ ഉദ്യോഗസ്ഥർ തന്നെ കണ്ടുപിടിച്ചു. അത് കണ്ടുപിടിച്ചത് കൊണ്ടാണ് ഇത്. അതന്ന് ആ കത്തിക്കുത്തന്ന് നടന്നില്ലായിരുന്നു എന്ന് ശ്രീകോവൻ ഒന്നാലോചിക്കുക. അയാൾ ഇപ്പോഴും യൂണിഫോം ഇട്ട് പ്രൊമോഷനും വാങ്ങി സർവീസിൽ ഇരിക്കില്ലേ? എത്ര പേരങ്ങനെ ഇരിക്കുന്നുണ്ടാകും. അപ്പം അതേപോലെ ഇതിനെ കണ്ടാൽ മതി. ഇത് പുറത്ത് വരുന്നില്ല, എന്നെങ്കിലും ഇതൊക്കെ ഒരു പുറത്ത് വരും. ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ ഒരു ജനകീയമായിട്ടൊരു മുന്നേറ്റം അവിടെ ഉണ്ടാകണ്ടേ? ഇത്രയും വലിയ കള്ള വോട്ടിനെ കുറിച്ചാണ് പറയുന്നത്, അല്ലെങ്കിൽ വോട്ട് ചോരി എന്ന് പറയപ്പെടുന്ന ഒരു വലിയ ക്യാമ്പയിനാണ് ചെയ്യുന്നത്. ആ ക്യാമ്പയിനിലേക്ക് അങ്ങനെയാണെങ്കിൽ ഈ താങ്കളൊക്കെ പറയുന്നത് പോലുള്ള ഒരു വലിയ മുന്നേറ്റം കോൺഗ്രസിൻ്റെ ഭാഗത്താണെങ്കിലും മറ്റുള്ള പാർട്ടികളുടെ ഭാഗത്തു നിന്നാണെങ്കിലും ഉണ്ടാവേണ്ടതല്ലേ? പ്രത്യേകിച്ച് കേരളത്തിന് പുറത്തുള്ള സംസ്ഥാനങ്ങളുടെ ഒരു രാഷ്ട്രീയ ബോധം. നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും അത് ആ സംസ്ഥാനക്കാരെ നമ്മൾ ആക്ഷേപിക്കുന്നു എന്ന് അവർക്ക് തോന്നുമെങ്കിലും സത്യസന്ധമായി പറഞ്ഞാൽ കേരളത്തിൽ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കും കേരളത്തിലെ പ്രബുദ്ധരായ ജനങ്ങൾക്കും ഉണ്ടാകുന്ന അത്രത്തോളം താല്പര്യം മറ്റ് സംസ്ഥാനങ്ങളിൽ ഉണ്ടാകും എന്ന് കരുതാൻ പറ്റുമോ? ഇനി ഇതൊക്കെ വ്യക്തികൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? കണ്ടുപിടിക്കാൻ പറ്റില്ല. വോട്ടേഴ്സ് ലിസ്റ്റ് പേരുണ്ടോ എന്ന് കണ്ടുപിടിച്ച് കൊടുക്കാൻ പോലും മെനക്കെടാൻ ആളില്ലാത്ത ഇന്നത്തെ കാലത്ത് ഇതൊന്നും നടക്കില്ല. ഇനി ഏതൊക്കെ രീതിയിലാണ് ഈ പോയി വോട്ട് ചെയ്യുന്നത്? ഇപ്പോൾ അവിടെ ഇരിക്കുന്ന ഒരു പോളിംഗ് ഉദ്യോഗസ്ഥൻ കണ്ണടച്ചാൽ വേറെ എവിടത്തെങ്കിലും ഒരു വോട്ടർ ID കൊണ്ടുവന്ന് വോട്ട് ചെയ്തൂടെ? ഞാനൊരു 10-15 ഇലക്ഷൻ ഡ്യൂട്ടിക്ക് പോയ ആളാണ്. പ്രിസൈഡിങ് ഓഫീസറായിട്ട് ഒരു 3-4 വോട്ടിന് പോയിട്ടുള്ളതാണ്. നമ്മൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അല്ലാത്ത ഒരാളിനെ സഹായിക്കാം, ആരും അറിയില്ല. അത് ചെയ്യില്ല. ചെയ്താൽ കണ്ടുപിടിക്കാനും പറ്റില്ല. പിന്നെ കണ്ടുപിടിക്കണമെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ ഈ വെബ്കാസ്റ്റ് വെച്ചിട്ട് നോക്കിക്കഴിഞ്ഞാൽ
വരുന്ന ഒരാളിൻ്റെ മുഖം വെച്ച് അയാൾക്ക് അവിടെ വോട്ടുള്ള ആളാണോ എന്ന് കണ്ടുപിടിക്കാൻ കഴിയും. പക്ഷെ അതുപോലെ ഇപ്പം നൽകുന്നില്ല എന്നുള്ളതാണ് ഇപ്പോഴത്തെ വിരോധാഭാസം. അപ്പോൾ പാർട്ടിയും തെരഞ്ഞെടുപ്പ് കമ്മീഷനും എല്ലാം ഒന്നായി തീരുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തപ്പെടുന്നു. ഇനി ഇത് ഇങ്ങനെ കണ്ടുപിടിച്ചിട്ട് ഇപ്പം എത്ര വോട്ട് ചോരി നടന്നു, കള്ളത്തരം നടന്നിട്ടുണ്ട്, കള്ള വോട്ടുകൾ നടന്നിട്ടുണ്ട് എന്നതുകൊണ്ട് ഈ പുറത്തു കൊണ്ടുവന്നിട്ട് രാഹുൽ ഗാന്ധിക്ക് എന്ത് നേട്ടം, കോൺഗ്രസിന് എന്ത് നേട്ടം? അല്ലല്ലോ, അങ്ങനെയല്ലല്ലോ. നമ്മൾക്ക് ചില കാര്യങ്ങൾ പുറത്ത് ബോധ്യപ്പെടുത്തി ഇത് പുറത്ത് കൊണ്ടുവരാൻ ഇപ്പം നമ്മൾ നോക്കൂ, ഇത് നിസ്സാരമായിട്ട് ഇങ്ങനെ പുറത്ത് കൊണ്ടുവരാൻ പറ്റുമോ? വലിയ യജ്ഞമാണ്. ഇത് വലിയൊരു യജ്ഞമല്ലേ. അപ്പോൾ നമ്മൾ ചില കാര്യങ്ങൾ ഇപ്പോൾ ഈ കണ്ടുപിടുത്തങ്ങൾക്ക് ശ്രമിച്ച എത്രയോ ശാസ്ത്രജ്ഞന്മാർ എത്രയോ വർഷം പരാജയപ്പെട്ടിട്ടായിരിക്കും ഒരു വിജയം കണ്ടെത്തുന്നത്. അതെ. അപ്പോൾ ആ അന്തിമ വിജയം കണ്ടെത്തുന്നത് വരെ ഈ ശാസ്ത്രജ്ഞന്മാർക്ക് വേറെ പണിയില്ലേ എന്ന് ചോദിച്ച പലരും ഇല്ലേ. അപ്പോൾ അതിന് നമ്മൾ സമയം കൊടുക്കേണ്ടി വരും. ചിലപ്പോൾ എത്ര ശ്രമിച്ചാലും കണ്ടുപിടിക്കാൻ ഉദ്ദേശിച്ച ഒരു കണ്ടുപിടുത്തം കണ്ടെത്തണമെന്നില്ല. പിന്നെ അതിൻ്റെ ചുവട് പിടിച്ച് പിന്നെ വർഷങ്ങൾ കഴിഞ്ഞ് വേറെ ആരെങ്കിലും ഒരു അന്വേഷണം നടത്തുമ്പോഴായിരിക്കും അത് കണ്ടുപിടിക്കുന്നത് അല്ലെങ്കിൽ കണ്ടെത്തുന്നത്. അതേപോലെ ഇവിടെ വോട്ട് ചോരി എന്ന് പറയുന്ന ഒരു സംഗതി പണ്ടൊന്നും ഇങ്ങനത്തെ ആക്ഷേപമില്ലല്ലോ. പിന്നെ പറഞ്ഞു വരുന്ന എവിടെയെങ്കിലും ബൂത്ത് പിടിച്ചു, അത് ആ പ്രദേശത്തുള്ളവരുടെ കുഴപ്പമാണ്, ഇലക്ഷൻ കമ്മീഷൻ്റെ കുഴപ്പമല്ല ബൂത്ത് പിടിക്കുന്നത്. അങ്ങനെയൊക്കെ ഉള്ള പരാതികളല്ലാതെ ഇത്തരത്തിൽ വ്യാപകമായ പരാതി പണ്ടൊന്നും ഇല്ലായിരുന്നു. അത് ഈ മോഡി ഗവൺമെൻറ് വന്നതിന് ശേഷമാണ് സംസ്ഥാനങ്ങളിലായാലും കേന്ദ്ര തെരഞ്ഞെടുപ്പിലായാലും ഇത്തരത്തിലുള്ള വ്യാപകമായ സംഘടിതമായ ശ്രമങ്ങൾ നടന്നിട്ടുള്ളത്. അതിന് ശേഷമാണെന്നുള്ളതിന് ഒരു തർക്കവുമില്ല. പിന്നെ അത് തെളിവ് സഹിതം ബോധ്യപ്പെടുത്തി തരാൻ കഴിയാത്തിടത്തോളം കാലം നിങ്ങൾ പറയുന്നത് കള്ളമാണെന്ന് പറയാം. പക്ഷേ അത് കള്ളം ആണ് എന്ന് ജനങ്ങൾ വിശ്വസിക്കണോ വേണ്ടയോ എന്നുള്ളത് ഇത്തരം നേരത്തെ പറഞ്ഞ ചില സാഹചര്യ തെളിവുകൾ പോലെ ഇത്തരം കാര്യങ്ങളെല്ലാം നടക്കുന്നു, ചോദിക്കുന്ന കാര്യങ്ങൾ കൊടുക്കുന്നില്ല, വെബ്കാസ്റ്റിൻ്റെ ഡോക്യുമെൻറ്റ്സ് കൊടുക്കുന്നില്ല എന്നൊക്കെ ഉള്ളത് കൂട്ടി വായിക്കുമ്പോൾ എന്തൊക്കെയോ മറച്ചു വെക്കാനുണ്ട്, എന്തൊക്കെയോ ചീഞ്ഞ് നാറുന്നുണ്ട് എന്നുള്ളതിന് ഒരു സംശയവും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.